എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മക്കളെ, നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ +1 കുട്ടികളുടെ സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ 2 പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ആ 2 പാർട്ട് വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ +1ൻ്റെ പ്ലേലിസ്റ്റിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അപ്ഡേറ്റ് ആയി കിടക്കുന്ന വീഡിയോസിൽ പോയി ആദ്യത്തെ 2 വീഡിയോസ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വരിക. എങ്കിലേ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റാണ് സബ്സെറ്റ്. എന്താണ് സബ്സെറ്റ്? സബ്സെറ്റ് എന്താണെന്നുള്ളത് ആ ഒരു ഡെഫിനിഷനെ കാട്ടി നല്ലോണം നമുക്കൊരു എക്സാമ്പിളിലൂടെ പെട്ടെന്ന് നിങ്ങളിലേക്ക് സാറ് പറഞ്ഞുതരാം. എ എന്ന് പറയുന്നൊരു സെറ്റ് നമ്മൾ സെറ്റ് പഠിച്ച് ഇപ്പോൾ എക്കകത്ത് വരുന്ന എലമെൻറ്റ്സ് 1 2 3 4 5 6 ഒരു 1 മുതൽ 6 വരെയുള്ള എലമെൻറ്റ്സ്. ഇവിടെ ബി എന്ന് പറയുന്നൊരു സെറ്റ് ഞാനൊരു എഴുതുകയാണ് 1 2 3. നിങ്ങൾ ശ്രദ്ധിച്ചേടാ, ഈ എ എന്ന് പറയുന്ന സെറ്റിൽ 1 മുതൽ 6 വരെ ഉണ്ട്. എന്നാൽ ബിയിൽ 1 മുതൽ 3 വരെ 1 2 3. ഇവിടെ ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലും ഉണ്ട്. എന്താണ് ബിയിലുള്ള 1ഉം 2ഉം 3ഉം എയിലുണ്ട്. എന്നാൽ എയിലുള്ള എല്ലാവരും എവിടില്ല? ബിയിൽ ഇല്ല. അപ്പം ഇവിടെ മെയിൻ സെറ്റ് എ ആണ്, അതിൻ്റെ ഒരു സബ്ബാണ് ബി. ഒരു സബ്ബായിട്ടുള്ള പാർട്ട് എന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരും ഇല്ല, എന്നാൽ കുറച്ച് പേരുണ്ട്, സബ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അങ്ങനെ ആ ബിയെ നമ്മൾ വിളിക്കുന്നതാണ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയും. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇനി തിരിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബി is contained in A. ബി എയിൽ എന്ത് ചെയ്യുന്നു? അടങ്ങിയിരിക്കുന്നു. ബി എന്ന് പറയുന്ന ആൾ എയിലുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സെറ്റുകളെയാണ് നമ്മൾ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ സബ്സെറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുകയാണെന്ന് ശ്രദ്ധിച്ചോണം. സബ്സെറ്റ് എ സെറ്റ് ബി ഈസ് സെറ്റ് ബി എ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, ഈ സെൻറ്റൻസുകൾ മനസ്സിലാകാൻ വേണ്ടിയാണ്, പെട്ടെന്ന് കത്താനാണ് സാർ എക്സാമ്പിൾ സൈഡിൽ എഴുതിയിട്ടാണ്. അതുമായിട്ട് കണക്ട് ചെയ്താൽ ഈ സെൻറ്റൻസുകൾ മനസ്സിലാവും. നല്ലോണം പഠിച്ചോണം. ഈ സെൻറ്റൻസുകൾ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ പ്രോബ്ലംസ് പഠിച്ചാൽ പോരെ, ഇത് പഠിക്കണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ 1 വേർഡ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വല്ല ഡാഷ് ഇട്ട് അങ്ങനെയൊക്കെ ചോദിക്കും. ആ സെക്ഷനിലൊക്കെ ഈ കൺസെപ്റ്റുകൾ ചോദിക്കാം. പിന്നെ ചില A+ നിർണ്ണയിക്കുന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്, 1 മാർക്കിന് 2 മാർക്കിൻ്റെ. ആ ചോദ്യങ്ങളൊക്കെ ഇതുപോലത്തെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ നോർമലി നമ്മൾ ആദ്യം സബ്സെറ്റ് എന്താണെന്ന് പറഞ്ഞ് ഒരു എയും ബിയും എഴുതി ഇതേപോലെ ഒരു എക്സാമ്പിൾ എഴുതി നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എ സെറ്റ് ബി എ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നൊരു സെറ്റിനെ ഇപ്പം ഈ എയും ബിയും കാണുമ്പം ഈ ബിയെ നമ്മൾ എയുടെ സബ്സെറ്റ് എന്ന് വിളിക്കത്തില്ലേ? അങ്ങനെ വിളിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇഫ് എവരി എലമെൻറ്റ് ഓഫ് ബി ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് എ. ബിയിലെ എല്ലാ എലമെൻറ്റുകളും എയിൽ ഉണ്ട്. ഇപ്പോൾ 1 2 3 എയിലുണ്ട്. അതുകൊണ്ടാണ് ബിയെ നമ്മൾ എ എന്ന് പറയുന്ന ആളുടെ സബ് എന്ന് വിളിക്കുന്നത്. അതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മളത് പറഞ്ഞതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എവരി എലമെൻറ്റ് ഓഫ് എ മേ ഓർ മേ നോട്ട് ബി ഇൻ ബി. ഒരു പോസിബിലിറ്റി പറയാണ്. എന്താണ്? എവരി എലമെൻറ്റ് ഓഫ് എ, എയിലെ എല്ലാ എലമെൻറ്റുകളും ബിയിലെ എല്ലാം എയിൽ വേണം, എങ്കിൽ ബിയെ നമുക്ക് എയുടെ സബ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ തിരിച്ച് എയിലെ എല്ലാം ബിയിലുണ്ടോ? ഇവിടെ ഇല്ല. 4 5 6 ഇല്ല. എയിലെ എല്ലാം ബിയിലില്ല. എയിലെ എല്ലാം ബിയിലില്ല എങ്കിലും സബ്സെറ്റാണ്. ഇനി എയിലെ എല്ലാവരും ബിയിലുണ്ടെങ്കിലും അതിനെ സബ് എന്ന് വിളിക്കാൻ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കൺസെപ്റ്റ്. എയിലുള്ള ഇപ്പോൾ 1 2 3 എക്സ്ട്രാ ഒന്നും വരരുത്. എയിലുള്ള 1 2 3 4 5 6 അത് ഫുള്ള് ഇപ്പുറത്ത് വന്നാലും നമുക്ക് വേണേൽ പറയാം ഇവിടെ ഉള്ളവരെല്ലാം ഇതിപ്പം എയും ബിയും ഈക്വലാണ്, ഈക്വൽ സെറ്റ് എന്ന് പറയാം. പക്ഷെ എങ്കിലും എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നതിലുപരി എ നമുക്ക് വേണമെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി, എ എന്ന് പറയുന്നത് എ സബ്സെറ്റ് ഓഫ് ബി അല്ലെങ്കിൽ എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാം. പക്ഷെ തിരിച്ചും പറയാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തിരിച്ചും പറയാം, ബി സബ്സെറ്റ് ഓഫ് എ. അതാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എവരി എലമെൻറ്റ് ഓഫ് എ, എയിലെ എല്ലാ എലമെൻറ്റുകളും മേ ഓർ മേ നോട്ട് ബി ഇൻ ബി. എന്താണ്? ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിളിൽ 3 വരെ ഉള്ളായിരുന്നു, 1 2 3 ഉള്ളായിരുന്നു. 1 2 3 മാത്രം ഉള്ളപ്പോൾ അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുന്നത്. 1 2 3 മാത്രം ഉള്ളപ്പോൾ എയിലുള്ള എല്ലാവരും എവിടില്ല? ബിയിലില്ല. ഓക്കെ,
എന്നാൽ ബിയിലുള്ള 1 2 3 എല്ലാവരും എയിലുണ്ട്. ബിയിലുള്ള എല്ലാവരും എയിലുള്ളതുകൊണ്ടാണ് നമ്മൾ ബി എന്ന് പറയുന്ന എയുടെ സബ്ബാണെന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉള്ള എല്ലാവരും ഇവിടെ ഉണ്ട്, ഫുള്ള് എലമെന്റ്സ് വന്നാലും നമുക്ക് സബ് എന്ന് വിളിക്കാമെന്ന് മക്കളെ പറയുന്നത്. ഇതേ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന സെന്റൻസ് ഒന്ന് നോക്കിയാൽ മതി. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റുകളും അതിൻ്റെ തന്നെ സബ്ബാണ്. ഇപ്പം ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതാൻ പറയുമ്പം നമുക്ക് ആ സെറ്റ് തന്നെ എഴുതി വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് നൾ സെറ്റ്. ഒരു സെറ്റ് കണ്ടാൽ അതിൻ്റെ സബ് എഴുതുന്നത് എങ്ങനെയാണെന്ന് സാറ് കാണിച്ചു തരാം. ഇപ്പം എ എന്ന് പറയുന്നൊരു സെറ്റ്, ആ സെറ്റ് 1 2 3 എന്ന് പറയുന്നൊരു സെറ്റാണ്. ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് എഴുതുമ്പം നമുക്ക് ആദ്യം പെട്ടെന്ന് എഴുതാൻ പറ്റുന്നൊരു സെറ്റാണ് അതിൻ്റെ സബ്ബായിട്ട് എഴുതാൻ പറ്റുന്നത് 1 2 3. പിന്നെ ഒന്നുമില്ലാത്ത സെറ്റ് നൾ സെറ്റ്, എയുടെ സബ്സെറ്റായിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന 2 സെറ്റുകളാണ് ഈ 2 സബ്സെറ്റ്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. ആ സബ്സെറ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻ നമുക്ക് പറയാം, അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആകും. ഒരു സെറ്റിൻ്റെ അകത്തുനിന്ന് ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകളുണ്ട്, എങ്ങനെയാണ് സബ്സെറ്റ് കൃത്യമായി എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. പക്ഷേ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്, എ എന്ന് പറയുന്നൊരു സെറ്റിൻ്റെ സബ്സെറ്റ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. മക്കളെ ഒരു എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റ് പറയണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റാണ്. നൾ സെറ്റ് അതിൻ്റെ സബ്സെറ്റാണ്. ബാക്കിയുള്ള സബ്സെറ്റുകൾ, ഈ സെറ്റിൻ്റെ ബാക്കിയുള്ള സബ്സെറ്റുകൾ എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ ഇപ്പം പറയാം. ഓക്കെ, അപ്പം ഈ സെൻറ്റൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, ശ്രദ്ധിക്കണം. 2 സെറ്റ് സാർ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്നൊരു സെറ്റ്, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ്. നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് വെച്ച് ബിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബി എന്ന് പറയുന്നത് എയുടെ എന്താണ്, സബ്സെറ്റാണ്. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എടാ ഈ ഈസ് എ സബ്സെറ്റ് ഓഫ് അത്രയും എഴുതുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്നൊരു സിമ്പലുണ്ട്, ബി. ഇത് ഇങ്ങനെയാണ് ഇടുന്നത്, ബി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ബി സബ്സെറ്റ് ഓഫ് എ, ഒരു യു ചരിച്ചിട്ടേക്കുന്ന പോലെ. ഓക്കെ, ബി സബ്സെറ്റ് ഓഫ്, ഇതിനെ വായിക്കുന്നതാണ് ബി സബ്സെറ്റ് ഓഫ് എ, അല്ലെങ്കിൽ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. ബി സബ്ബാണ്, ആരുടെ, എയുടെ ആണ്. ബി ആരുടെ സബ്ബാ, എയുടെ സബ്ബാണ്. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമ്മൾ 1 2 3 4 5. എടാ ബി എന്ന് പറയുന്നൊരു സെറ്റ് അതും 1 2 3 4 5 ആണെന്ന് വിചാരിക്കുക. ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് എയും ബിയും നോക്കുമ്പം എ നോക്കിയാൽ എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാവരും എയിലുണ്ട്, ഈക്വലാണ്. ഇങ്ങനെ ഈക്വൽ വരുന്ന കേസിലും നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലടാ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, അല്ലെ സിമ്പിൾ ഇട്ടാൽ എ സബ്സെറ്റ് ബി. പക്ഷെ അവിടെ തിരിച്ചും പറയാൻ പറ്റും, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നും പറയാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത അവിടുത്തെ. ബി സബ്സെറ്റ് ഓഫ് എ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ബി സബ്സെറ്റ് ഓഫ് എ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. തിരിച്ച് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സബ്സെറ്റ്, ഇതും സബ്സെറ്റിൻ്റെ കണ്ടീഷനാണ്, ഇതും ഓക്കെയാണ്, സബ്സെറ്റുകളാണ്. പക്ഷെ ഇങ്ങനെ വരുന്ന സബ്സെറ്റ് ഉണ്ടല്ലോ, ബിയിലുള്ള എല്ലാവരും എയിലുണ്ട്, എന്നാൽ എയിലുള്ള എല്ലാവരും ബിയിലില്ല. ഇത് കാണുമ്പോൾ തന്നെ ഒരു പക്കാ സബ്സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ എ സബ്സെറ്റ് ബി എന്നും ബി സബ്സെറ്റ് എ എന്നും പറയാൻ പറ്റും. സബ്സെറ്റ് ആണത്. പക്ഷെ ഇങ്ങനെ വരുന്ന സബ്സെറ്റുകളെയാണ് മക്കളെ ഇവിടെ ബി എന്ന് പറയുന്നത് സബ്ബാണ് എയുടെ. അപ്പോൾ ബിയെ നമ്മൾ വിളിക്കുന്നതാണ്, ഈ ബിയെ വിളിക്കുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് വെച്ചാൽ ബിയിൽ ഉള്ള എലമെൻറ്റുകൾ എല്ലാം എയിലുണ്ട്, പക്ഷേ എയിലുള്ള എല്ലാവരും ബിയിലില്ല. ബിയിലെന്ന് പറയുമ്പോൾ 1 2 3 മാത്രമേ ഉള്ളൂ, എയിലുള്ള എല്ലാവരും ബിയിൽ കാണുന്നില്ല. അപ്പോൾ നല്ലൊരു സബ്, എയുടെ പക്ക സബ് എന്ന് പറയാം. നല്ലൊരു സബ്ബായിട്ട് നമുക്ക് തോന്നുന്നു, എൻ്റെ ഒരു സബ്ബാണ് ഇത്, മെയിൻ ആണെങ്കിൽ ഇത് സബ്ബാണ് എന്ന് നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നവരെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബിയെ പറയാം, ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ പക്കായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു സബ്സെറ്റാണ്. എടാ തിരിച്ചു പറഞ്ഞാൽ എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് സൂപ്പർമാൻ, ഭയങ്കര വലിയൊരു സെറ്റാണ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ആ ഒരു ചെറിയ സെറ്റിൻ്റെ സൂപ്പറായിട്ടുള്ള സെറ്റാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു കേസിലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു എയും ബിയും എഴുതുമ്പം എയിലുള്ള എല്ലാവരും ബിയിൽ കാണരുത്. അങ്ങനെയുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, രണ്ടിടത്തും ഈക്വലാണ്. അതുകൊണ്ട് പ്രോപ്പർ എന്നോ തിരിച്ച് സൂപ്പർ എന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ അങ്ങനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
പ്രോപ്പർ സബ്സെറ്റ് പറയണമെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് എ ആകുന്ന അതേ സമയം തന്നെ അവർ രണ്ടുപേരും ഈക്വൽ ആകരുത്. എയും ബിയും നോട്ട് ഈക്വൽ ആവുള്ളൂ, ഈക്വൽ ആകരുത്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കത്തിക്കാണും. ഇവിടെ ആണെങ്കിൽ എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പർ എന്ന് പറയാൻ പറ്റാത്തത്. ഇപ്പം ഒരാളെങ്കിലും ഇപ്പം ഇവിടെ നമ്മൾ ബിയിലൊരു ഫോറുകളുണ്ടെന്ന് വിചാരിക്കുക. ഫോറുകളുള്ളപ്പോഴും അവിടുത്തെ ഒരു 5 ഇവിടെ ഇല്ല. അപ്പോഴും നമുക്ക് ഇത് ഓക്കെ ആണ്. എന്താണ്? ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എന്നും എ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ബി എന്നും പറയാം. കാരണം അപ്പോഴും എയും ബിയും ഈക്വൽ ആയിട്ടില്ല, ഒരാളുടെയെങ്കിലും കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറാണ്. തിരിച്ച മറ്റേ സൂപ്പർ എന്നും വിളിക്കാം. പക്ഷെ ഇവിടെ ഈക്വൽ ആകുമ്പോൾ സബ്സെറ്റ് എന്ന് പറയാം. എ സബ്സെറ്റ് ഓഫ് ബി എന്നും തിരിച്ച് ബി സബ്സെറ്റ് ഓഫ് എ എന്നും പറയാം. പക്ഷെ അങ്ങനെ പറയുന്നതല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? പ്രോപ്പർ എന്നോ ഇതേപോലെ സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. രണ്ടും ഒന്ന് വേർതിരിച്ച് സാർ അതിനാണ് എഴുതിയിട്ടത്. നല്ല വൃത്തിയായിട്ടൊന്ന് പഠിക്കുക. അത് മക്കളെ ശ്രദ്ധിക്കണം. ഇത് ഒരു നോട്ട് നോക്കണം. ഇഫ് എ സെറ്റ് ഹാസ് n എലമെൻറ്റ്സ്, ഒരു സെറ്റിൽ ഏത് സെറ്റ് ആയിക്കോട്ടെ, സെറ്റ് എയോ ബിയോ സിയോ ഏതോ ആവും. അപ്പം ഒരു സെറ്റിൽ n എലമെൻറ്റുകളുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ഈസ് 2n. ഒരു സെറ്റിൽ എലമെൻറ്റുകളുടെ എണ്ണം n ആണെങ്കിൽ, n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ എന്താണ്? സബ്സെറ്റുകളുടെ എണ്ണം 2n ആണ്. എലമെൻറ്റുകൾ n എണ്ണം ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2n എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എലമെൻറ്റ് 2 എണ്ണമാണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എത്ര വരുവാ? 2n എന്നല്ലേ. അപ്പോൾ 2² ഉത്തരം 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ട്. സെറ്റിൽ 2 എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റിൽ എത്ര എലമെൻറ്റ് കാണണം? 4 എലമെൻറ്റ് കാണണം. കാരണം n എലമെൻറ്റ് വന്നാൽ 2n സബ്സെറ്റുകൾ കാണും. അപ്പം 2 എലമെൻറ്റ്സ് വന്നാൽ 2 4 സബ്സെറ്റുകളാണ്. ഇപ്പം 3 എലമെൻറ്റ്സ് വന്നാലാ? 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 2 എത്ര? 8 സബ്സെറ്റുകൾ കാണും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം 8 സബ്സെറ്റ് വരും. ഇനി എങ്ങനെ സബ്സെറ്റ് എഴുതുന്നത് സാർ പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് ആ സെറ്റ് തന്നെ എഴുതാം. പിന്നെ ഒരു സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് എന്ത് എഴുതാം? നൾ സെറ്റും എഴുതാം. അത് നമുക്കറിയാം. അല്ലാതെ നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ സെറ്റിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ പോവുകയാണ്. നമ്മൾ എഴുതുന്ന ആൾ ഇതിൻ്റെ സബ്ബായിരിക്കണം. സെറ്റിൽ 2 എലമെൻ്റ് ഇല്ലേ, നമ്മൾ ഒരാളെ മാത്രം എഴുതുവാണ്, അതിലെ 1 മാത്രം. ഇപ്പോൾ 1 2 ഇത് അതിൻ്റെ ഒരു സബ്ബാണ്. സെറ്റ് 1 ഇവിടെയുള്ള ആളുകളെല്ലാം, ഇവിടെയുള്ള ആൾ എന്തുണ്ട്? അവിടെ ഉണ്ട്. അപ്പം ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ എഴുതിയ 1നെ, സെറ്റ് 1നെ നമുക്ക് ഈ ഒരു മെയിൻ സെറ്റിൻ്റെ സബ്സെറ്റാണെന്ന് പറയാം. ഇനി സെറ്റ് 2 മാത്രം, ആ 2നെ എന്ത് ചെയ്യാം? അവിടെ 2 ഈ 2 ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ സെറ്റ് 2നെ നമുക്ക് ഈ മെയിൻ സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയാം. ഇനി ഒരു സെറ്റിൻ്റെ സബ്സെറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സെറ്റാണ് ആ സെറ്റ് തന്നെ. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റുകളും അതിൻ്റെ തന്നെ സബ്സെറ്റാണ്. ഇനി നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഓക്കെ, അപ്പം ഒരു സെറ്റ് പറയുമ്പം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന 2 പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന സബ്സെറ്റുകളാണ് ഏതൊക്കെ? എന്താണ്? ആ ഒരു സെറ്റും നൾ സെറ്റും നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എത്ര സബ്സെറ്റായി? 1 2 3 4 സബ്സെറ്റായി. നമ്മൾ ഇത് എഴുതി നോക്കിയായിരുന്നു. 2 എലമെൻ്റ് ഉണ്ടെങ്കിൽ സബ്സെറ്റ് 4 എണ്ണം വരും. ഇനി 3 എലമെൻ്റ് ഉള്ളിടത്ത് എത്ര സബ്സെറ്റ് വരും എന്ന് നോക്കാം. എത്ര എണ്ണം വരും? 8 എണ്ണം വരും. അത് എന്തിനാണ് നോക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് സബ്സെറ്റ് എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതിയത് കറക്റ്റാണോ, അല്ലെ എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം എഴുതേണ്ടി വരും എന്നൊക്കെ, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് ആലോചിച്ച് എഴുതുമ്പോൾ ചിലപ്പം നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ 8 എണ്ണം തികയണമെന്നില്ല. അത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 8 സബ്സെറ്റ് വേണം എന്നറിയാം. അപ്പം എഴുതുന്നതിനകത്ത് 8 എണ്ണം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇനിയും എഴുതാനുണ്ടെന്ന്. ഇവിടെ 1 2 3 എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽ എൻ്റെ സബ്സെറ്റ് എഴുതാൻ പോവുക. അത് നമ്മൾ ഒരു എലമെൻറ്റ് മാത്രമാക്കിയുള്ള സെറ്റുകളാക്കാൻ പോവുക. സെറ്റ് 1 ഇപ്പോൾ ഇതുകൂടെ നോക്കുക. ഇത് ഈ ഒരു സെറ്റ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്സെറ്റാണ്. സെറ്റ് 2, അടുത്ത സെറ്റ് 3, ഓരോരുത്തരെ വെച്ച്. ഇനി സബ്സെറ്റ് അല്ലേ, ആ സെറ്റ് തന്നെ വേണം എഴുതാം. അതിന് മുമ്പേ ഒന്ന് ശ്രദ്ധിക്കുക. 1 2 1ഉം 2ഉം ആയിട്ട് എഴുതാം. സെറ്റ് 1 2 എഴുതുന്നൊരു ട്രിക്ക് ഉണ്ടോ? 1നെ 2 ആയിട്ട് കണക്ട് ചെയ്യുക, 1 2. ഇനി ഈ 1നെ 3 ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താവും? 1 3. അപ്പം 1 2 എഴുതിയ സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് 2 1 എഴുതാൻ പറ്റത്തില്ല. 1 2 തന്നെയാണ് 2 1. ഒരു വട്ടം എഴുതിയത് പിന്നെ എഴുതരുത്. 1 3 തന്നെയാണ് 3 1. അപ്പോൾ അതും എഴുതരുത്. അപ്പോൾ 1 2 എഴുതി, 1 എടുക്കുക, അതിന് 2 ആയിട്ട് കണക്ട് ചെയ്ത് 1 2. 1 എടുക്കുക, അതിനെ 3 ആയിട്ട് കണക്ട് ചെയ്താൽ 1 3. ഓക്കെ ആയി. ഇനി ചെയ്യേണ്ടത് 1 വെച്ചല്ലേ നമ്മൾ രണ്ടുപേരെയും കണക്ട് ചെയ്താൽ 2 വെച്ച്
2 ബാക്കിലോട്ട് വന്ന് കണക്ട് ചെയ്യരുത്, 2 1 എന്ന് കണക്ട് ചെയ്യരുത്, കാരണം അത് 1 2 ഓൾറെഡി ഉണ്ട്. ഇത് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോവുക, ഇത് ഇങ്ങോട്ട് 2 3 എഴുതി. മക്കളെ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് 3 2 എഴുതാൻ പറ്റുമോ? അതെ, 2 3 എഴുതി. 3 2 എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക, കാരണം 2 3 ഉള്ളത് കൊണ്ട് 3 2 പറ്റത്തില്ല. അപ്പം പറ്റുന്ന ഒരെണ്ണം വെച്ചുള്ള എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് എഴുതി, 2 എണ്ണം വെച്ചുള്ള സബ്സെറ്റ് എഴുതി. ഇനി എന്താണ്? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ആ സെറ്റ് തന്നെ എഴുതി വെക്കാം സബ്സെറ്റായിട്ട്. അത് നമുക്ക് എല്ലാ സെറ്റും വരുമ്പോഴും അറിയാവുന്ന ഉത്തരവാണ്. ആ സെറ്റ് തന്നെ എടുത്ത് എഴുതുക. സബ് എഴുതാൻ പറയുമ്പം പിന്നെ ഒരു നൾ സെറ്റും എഴുതുക. ഈ 2 പേര്, ഇപ്പോൾ ഈ എഴുതിയേക്കുന്ന 2 പേര് നമുക്ക് ഏതൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ചോദിച്ചാലും പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണത്. ബാക്കിയുള്ളതെല്ലാം എഴുതിയിട്ട് അത് എഴുതുക, അല്ലെങ്കിൽ ആദ്യം അത് എഴുതിയിട്ട് ബാക്കിയുള്ളത് എഴുതിയാലും മതി. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. മക്കളെ സബ്സെറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സെറ്റിൻ്റെ ഐഡിയാസ് തീർന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് നോക്കുക, മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്ക് അടിച്ചൊന്ന് കാണുക. സെറ്റാവുക. അപ്പം അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് ശ്രദ്ധിക്കണം. അടുത്ത എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? സിമ്പിളാണ്. എ സൂപ്പർ സെറ്റ് കണ്ടെയ്നിങ് ഓൾ അതർ സെറ്റ്സ് ഇൻ എ പ്രോബ്ലം ഈസ് കോൾഡ് യൂണിവേഴ്സൽ സെറ്റ്. എടാ, ഒരു പ്രോബ്ലം തന്നെ എടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോബ്ലം കൺസിഡർ ചെയ്യുമ്പം അതിൽ വരുന്ന എല്ലാ സെറ്റുകളും കാണും. ഇപ്പം ഒരു പ്രോബ്ലത്തിൻ്റെ അത് എ എന്ന് പറഞ്ഞൊരു സെറ്റ്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ്, സി, ഒരുപാട് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സെറ്റുകളെ എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ ഉള്ള എല്ലാ സെറ്റുകളെയും, ബാക്കി നമ്മൾ സബ്ബായിട്ട് വരുന്ന എ ബി സി എന്ന് പറഞ്ഞ സെറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അങ്ങനെയുള്ള സെറ്റുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു സെറ്റിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ യു എന്നും പറഞ്ഞൊരു സെറ്റ് തന്നാൽ ആ ക്വസ്റ്റ്യനിൽ എ ബി സി എന്ന് പറഞ്ഞ വേറെ സബ്ബായിട്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ എ ബി സി എന്ന് പറയുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റായ മെയിൻ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു. ഒരു ക്യാപിറ്റൽ യു കൊടുക്കുക, വലിയൊരു യു കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് സെറ്റ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. എല്ലാ സെറ്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു സെറ്റ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, യൂണിവേഴ്സ് എന്ന് ആലോചിക്കുക, മൊത്തമുണ്ട്, അങ്ങനെയൊക്കെ ആലോചിച്ചാൽ കിട്ടും കേട്ടോ. നമ്മൾ പഠിക്കുന്ന സെറ്റുകളെല്ലാം, നമ്മൾ ഇതുവരെ പഠിച്ച എയും ബിയും സിയും എല്ലാം ഈ വലിയ സെറ്റിൻ്റെ ചെറിയ പാർട്ടുകളാണെന്ന് ആലോചിക്കുക. ഓക്കെ മക്കളാണ്, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. സെറ്റ്സിലെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്പറേഷനാണ് മക്കളെ യൂണിയൻ ഓഫ് സെറ്റ്. എന്നാണ് യൂണിയൻ ഓഫ് സെറ്റ്. ഈ യൂണിയനെ കാണിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് ഇത്, ഒരു യു പോലത്തെ ഒരു ചിഹ്നം. ഓക്കെ, ഇതാണ് യൂണിയൻ. മക്കളെ നോക്കുക, ഒരു സെറ്റ് സാറ് പറയാം, എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 3 4 5 6. 2 സെറ്റ് ഉണ്ട് നമ്മളതിൽ, എ ഉണ്ട്, ബി ഉണ്ട്. ഈ എയിലും ബിയിലും ഉള്ളവരെ നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ, എ യൂണിയൻ ബി എന്താണെന്ന് സാർ പറയാൻ പോകുന്നത്. സെറ്റ് ഓപ്പൺ ചെയ്യുക. എയിലും ബിയിലും ഉള്ളവരെല്ലാവരെയും ഒന്നിച്ചെഴുതുന്നതിനാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് വിളിക്കുന്നത്. മക്കളെ, എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാവരെയും നോക്കുക, ബിയിലുള്ള എല്ലാവരെയും നോക്കുക, അവരെല്ലാവരെയും ഒന്നിച്ചെഴുതുക. അതാണ് യൂണിയൻ. യൂണിയൻ ഒരു കൊട്ട പോലെ ഇരിക്കുന്നു, അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ഇടുന്നു, എല്ലാവരെയും ഒന്നിച്ച്. ഓക്കെ, അപ്പം എല്ലാവരെയും എഴുതുമ്പം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ റോസ്റ്റർ ഫോം ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. സെറ്റിൽ എന്ത് ചെയ്യത്തില്ല, എലമെൻറ്റ്സ് ആർ നോട്ട് ജനറലി റിപ്പീറ്റഡ്. എലമെൻറ്റുകൾ എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എഴുതാം, പക്ഷേ 1 2 3 4 എയിലുള്ള എല്ലാവരെയും എഴുതി. ഇനി ബിയിലുള്ളതാരൊക്കെ 3 4 5 6 ഉണ്ട്, പക്ഷേ എലമെൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് ബിയിലുള്ള 3 4 നമ്മൾ എഴുതുക. ഓൾറെഡി ആദ്യം എഴുതി. ഇത്രയും 5 6. അപ്പോൾ 1 2 3 4 5 6 ആണ് ആൻസർ. ശ്രദ്ധിച്ച് നോക്കുക എന്താ ചെയ്തേക്കുന്നതെന്ന്. എയിലും ബിയിലുള്ളവരെ എല്ലാവരും നമ്മൾ എഴുതിയിട്ടുണ്ട്, ഒന്നിച്ചങ്ങ് എഴുതിയതാണ്. ഒന്നിച്ചെഴുതി, പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതത്തില്ല. നമ്മൾ പഠിച്ചാണ് റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റുകളെ സെറ്റിൽ എഴുതാറില്ലെന്ന്. ഇനി മക്കളെ, ഇതിൻ്റെ ഈ ഒരു എ യൂണിയൻ ബിയുടെ ബിൽഡർ ഫോം പഠിച്ചിരിക്കണം. എന്താണ് എ യൂണിയൻ ബിയുടെ ബിൽഡർ ഫോം? നമുക്കറിയാം, എ യൂണിയൻ ബിയുടെ ബിൽഡർ ഫോമാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഈ യൂണിയനെ സൂചിപ്പിക്കുന്നതാണ് ഓർ എന്ന് വെച്ചാൽ എ യൂണിയൻ ബി ഫൈൻ. ഇപ്പോൾ എയും ബിയും തന്നിട്ട് എ യൂണിയൻ ബി കാണാൻ പറയുന്നതിന് പകരം വേണേൽ അവർക്ക് എ ഓർ ബി എന്ന് പറയാം. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ യൂണിയൻ ബി. അപ്പോൾ ഓർത്തിരിക്കുക, വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം ഏതിൻ്റെ യൂണിയൻ്റെ ബിൽഡർ ഫോമാണ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി. ഇനി യൂണിയൻ്റെ ഇതിന് നമ്മൾ ഈ ഒരു ഗ്രാഫിനെ, ഈ ഒരു പടത്തിനെ ഗ്രാഫ് അല്ല, ഒരു ഫിഗറിനെ പറയുന്നതാണ് വെൻ ഡയഗ്രം എന്ന് പറയും. വെൻ ഡയഗ്രം.
അപ്പം വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോക്സ് കണ്ട ആ ഒരു വലിയ ബോക്സിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എല്ലാ സെറ്റുകളും ഞാൻ പറഞ്ഞ് എല്ലാ സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മെയിൻ സെറ്റാണ് സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. നമ്മുടെ മെയിൻ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ്, അതിൻ്റെ അകത്താണ് എയും ബിയും വരുന്നത്. അപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലുള്ള എല്ലാവരെയും നമ്മൾ ഒന്നിച്ചെഴുതുന്നതല്ലേ എ യൂണിയൻ ബി. അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രമാണ് മൊത്തത്തിൽ ഷെയ്ഡ് ചെയ്യുക. എ യൂണിയൻ ബി ആ ബോക്സ് അല്ല ഷെയ്ഡ് ചെയ്യരുത്, എയും ബിയും ഉള്ള ആ ഒരു കോളം ഫുള്ള് ആ ഒരു 2 റൗണ്ടുകൾ ഫുള്ള് ഷെയ്ഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ യൂണിയൻ ബി. അപ്പം എ യൂണിയൻ ബി മനസ്സിലായി. ഇനി അതിൻ്റെ അകത്തുനിന്ന് എന്താണ് അതിൻ്റെ വെൻ ഡയഗ്രം കിട്ടി, അതിൻ്റെ എന്ത് ഫോം കിട്ടി, അതിൻ്റെ ഏത് ഫോം കൂടെ നമുക്ക് മനസ്സിലായി? ബിൽഡർ ഫോമും കൂടെ, സെറ്റ് ബിൽഡർ ഫോമും മനസ്സിലായി. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ, യൂണിയൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്ന ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞ പോർഷൻ അങ്ങ് തീരും. എടാ ഒന്നാമത്തെ പ്രോപ്പർട്ടി എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ. 2 സെറ്റുണ്ട്, എയും ബിയും ഉണ്ട്. എയും ബിയും കൂടെ യൂണിയൻ എടുക്കുമ്പം എന്ത് ഉത്തരമാണോ കിട്ടുന്നത് അത് തന്നെ നമ്മൾ തിരിച്ച് ബിയെയും എയും കൂടെ യൂണിയൻ എടുത്താലും കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനെയാണ് എന്ത് ലോ എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ. മക്കളെ ഇവിടെ നോക്കിക്കണം, എയും ബിയും ഉണ്ട്. ഈ എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 4 5 6 ആണ്. അവിടെ സിയും ഡിയും ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എ യൂണിയൻ ബി കാണാനാണ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുള്ള എല്ലാവരെയും ഒന്നിച്ചെഴുതും, പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നവരെ എഴുതത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 3 4 ഒന്നുകൂടെ എഴുതാൻ പറ്റുക? 5 6 എഴുതത്തുള്ളൂ. എ യൂണിയൻ ബിയിലുള്ള എലമെൻറ്റ് ആരൊക്കെ? 1 2 3 4 5 6. തിരിച്ച് നമ്മൾ ബി യൂണിയൻ എ കണ്ടാലാടാ, ബി യൂണിയൻ എ കണ്ടാലും എഴുതി വരുമ്പം എ യൂണിയൻ ബി കാണുമ്പോൾ എഴുതുന്ന അതേ എലമെൻറ്റുകൾ തന്നെയാണ് ബി യൂണിയൻ എയിലും എഴുതുന്നത്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. അതിനെ പറയുന്നതാണ് മക്കളെ കമ്മ്യൂട്ടേറ്റീവ് ലോ. ഓക്കെ, രണ്ടാമത്തത് എ യൂണിയൻ ബി കണ്ട് ശേഷം യൂണിയൻ സി, അതിന് ശേഷമാണ് നമ്മൾ എന്താണ് സിയുമായിട്ട് യൂണിയൻ എടുത്തത്. അപ്പോൾ കിട്ടുന്ന എന്ത് ആൻസറാണോ അത് തന്നെയാണ് നമ്മൾ എ യൂണിയൻ ബി യൂണിയൻ സി കണ്ടതിന് ശേഷം എയുമായിട്ട് യൂണിയൻ എടുത്താലും അതേ സെയിം ഉത്തരം തന്നെ എടുത്തുള്ളൂ. ഇത് ചെയ്താൽ കിട്ടുന്ന അതേ ഉത്തരമാണ് ഇത് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അതാണ് ഈക്വൽ എന്ന് പറയുന്നത്. ഇത് വായിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇതിനെ പറയുന്നതാണ് അസോസിയേറ്റീവ് ലോ. അടുത്തത് എയും ഫൈവായിട്ട് ബന്ധപ്പെട്ട ഒരു ലോ ആണ്. എയും ഫൈയും കണക്ട് ചെയ്യുന്ന ഒരു ലോ, എ യൂണിയൻ ഫൈ. എടാ എ എന്ന് പറയുന്നൊരു സെറ്റ്, ഇപ്പോൾ ഉദാഹരണം ഇതാണ് എ 1 2 3 4. ഫൈ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റും ഇല്ല. എയും ഒരു എലമെൻറ്റും ഇല്ലാത്തൊരു സെറ്റോട് എഴുതുമ്പോൾ അടുപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? എയിലുള്ള എല്ലാം എഴുതി, ഫൈ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എലമെൻറ്റുകളൊന്നുമില്ല. അപ്പം ഈ എയിലുള്ള ആളുകൾ മാത്രമല്ലേ വരത്തുള്ളൂ. അതാണ് എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. ആലോചിച്ചാൽ മതി, എ ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവർ ഒന്നിച്ചെഴുതുമ്പം എ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അതാണ് എ യൂണിയൻ ഫൈ ഈസ് ഈക്വൽ ടു എ. ഇനി എ യൂണിയൻ എ എന്ന് പറഞ്ഞൊരു സെറ്റ് 1 2 3 4 ആണ്. ഇനി എ എന്ന് പറഞ്ഞാൽ വേറെ സെറ്റ്, രണ്ടും എ തന്നെയാണ്. എ 1 2 3 4, പിന്നെ എ എടുക്കുന്നത് അതും 1 2 3 4 തന്നെ. 1 2 3 4 എന്ന് പറഞ്ഞ സെറ്റുമായിട്ട് പിന്നെയും 1 2 3 4 യൂണിയൻ എടുത്താൽ എന്ത് വരും മക്കളെ? അത് തന്നെ ഉത്തരം വരത്തുള്ളൂ. അതാണ് എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ. എന്നെ പറഞ്ഞാണ് ഐഡം പൊട്ടൻ ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് അഞ്ചാമത്തത് യു യൂണിയൻ എ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൻ്റെ യു ആണ്. അത് എയുമായിട്ട് യൂണിയൻ എടുക്കുമ്പം യു യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരുവാടാ? ഞാനവിടെ ഇട്ടിരുന്നതാണ്, പറയാൻ പറ്റുമോ നോക്കുക. യു യൂണിയൻ എ, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സെറ്റാണ്, എല്ലാ സെറ്റുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റ്. അയാളും അതിൻ്റെ സബ്ബായിട്ട് വരുന്ന ഒരാളാണ് ആര്? നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പം യുയിലുള്ളവരെയും എയിലുള്ളവരെയും കൂടെ എഴുതിയാൽ ആര് വരും? മെയിൻ സെറ്റ്. ഉത്തരമായിട്ട് ആര് വരും? യുയിലുള്ള എല്ലാവരും എഴുതുന്നു. എന്തായാലും യു എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ് യു, സൂപ്പർ സെറ്റാണ്, യുവിൻ്റെ സബ്ബാണ് എ. അപ്പോൾ ഇവരെ തമ്മിൽ യൂണിയൻ എടുക്കുമ്പോൾ വരുന്ന ഉത്തരം യൂണിവേഴ്സൽ സെറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെയ്ത് നോക്കും. ഒരു ക്വസ്റ്റ്യനാണ് എൻ്റെ ഒരു ആൻസർ. എന്ത് കാണാൻ വേണ്ടി? നമുക്ക് സബ്സെറ്റ് ഒന്ന് കൺസെപ്റ്റ് ഉറച്ചു പോകാൻ വേണ്ടി. അപ്പം എ യൂണിയൻ ബി നമ്മൾ എഴുതി നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ. നമുക്ക് എ യൂണിയൻ സി ഒന്ന് എഴുതി നോക്കുക. എ യൂണിയൻ സി, എയിലും സിയിലും ഉള്ളവരെ എഴുതുക, ഒന്നിച്ചെഴുതുക എല്ലാവരെയും. എയിലുള്ളത് 1 2 3 4 എഴുതി. ബിയിലോട്ട് നോക്കുക, 5 6 7 8 റിപ്പീറ്റ് ചെയ്യുന്ന ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എയിലുള്ള എല്ലാവരെയും സിയിലുള്ള എല്ലാവരെയും ഒന്നിച്ചെഴുതുന്നതിനാണ് എ യൂണിയൻ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി യൂണിയൻ സി, ബിയെയും സിയുമായിട്ട് യൂണിയൻ എടുത്താൽ ബിയിൽ ആരൊക്കെ ഉണ്ട്? 3 4 5 6, അത് എഴുതുക. 3 4 5 6. ഇനി മക്കളെ സിയിലുള്ള ആരൊക്കെയാണ്? 5 6 7 8 ആണ്. അതിൽ 5 6 ഓൾറെഡി എഴുതി, റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ 7 8. അപ്പോൾ ഒന്നിച്ചെഴുതുമ്പം ബിയിലും സിയിലുള്ളവരെ ഒന്നിച്ചെഴുതുക, റിപ്പീറ്റ് ചെയ്യുന്നവരെ എഴുതരുത്. 3 4 5 6 7 8.
ലാസ്റ്റ് ബി യൂണിയൻ ഡി, ബിയിലും ഡിയിലും ഉള്ളവരെ നോക്കുക. 3 4 5 6 ഇവിടെ ആരാ 7 8 9 10 ഒന്നിച്ചെഴുതുക. 3 4 5 6 7 8 9 10. ഓക്കെ, ഇതാണ് ഈ യൂണിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, വൃത്തിയായിട്ടൊന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. കൂട്ടത്തിൽ തന്നെ ഇത് കാണുന്ന കൂട്ടത്തിൽ തന്നെ എഴുതി നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. നോട്ടോടെ എഴുതി വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് പഠിച്ചു. അതിലെ രണ്ടാമത്തെ ഓപ്പറേഷനാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. സെറ്റിലെ ഇൻ്റർസെക്ഷൻ എന്താണ്, ഇൻ്റർസെക്ഷൻ എന്താണെന്ന് പറയാൻ പോകുന്നത്. ആദ്യം പഠിച്ചത് യൂണിയൻ ആണ്. മക്കളെ രണ്ടാമത്തെ ഇൻ്റർസെക്ഷൻ, ഇതേ അതിൻ്റെ ഒരു സിമ്പിളാണ്. നമ്മൾ യൂണിയൻ്റെ അകത്ത് യു പോലത്തെ ഒരു സിമ്പിൾ ആയിരുന്നെങ്കിൽ അത് തിരിച്ചിടുന്നൊരു സിമ്പിളാണ് ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ. ഓക്കെ, മറ്റേത് നേരെയാണെങ്കിൽ നിവർത്തി വെച്ചേക്കാണെങ്കിൽ ഇത് കമിഴ്ത്തി വെച്ചേക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പം ദേ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. മക്കളെ ബി എന്ന് പറയുന്നൊരു സെറ്റ് നോക്കടാ 3 4 5 ആണെന്ന് ആലോചിക്കുക. എടാ ഇവിടെ നേരത്തെ നമ്മൾ എല്ലാവരെയും എടുത്ത് എഴുതിയെങ്കിൽ അത് യൂണിയൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പം എല്ലാവരെയും എഴുതത്തില്ല. കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടോ, പൊതുവായി എന്തെങ്കിലും എയിലും ബിയിലും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടോ, അവരെ മാത്രം എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം എയിലും ബിയിലും പൊതുവായി ആരെങ്കിലും ഉണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എയിലുള്ള 3 ബിയിലും ഉണ്ട്. വേറെ ആരെങ്കിലും പൊതുവായി ഉണ്ടോ, ഇല്ല. പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒന്നിൽ വേറെ ഏതെങ്കിലും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടെ എഴുതാമായിരുന്നു. ഇപ്പം ഇവിടെ ഞാൻ എഴുതിയ എക്സാമ്പിളിൽ രണ്ടിലും പൊതുവായി കാണപ്പെടുന്ന കോമൺ ആയി കാണപ്പെടുന്ന എലമെൻ്റ് ആരാണ്, 3 ആണ്. അതുകൊണ്ട് 3 മാത്രം എഴുതി. ഇതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇൻ്റർസെക്ഷൻ്റെ വെൻ ഡയഗ്രാം മക്കൾ ശ്രദ്ധിക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം എയിലും ബിയിലും ഉള്ള എല്ലാവരും കൂടെ വരച്ചിടാൻ പറ്റുക. എയിലും ബിയിലും പൊതുവായി രണ്ടുപേരിലും ഒരേപോലെ കാണപ്പെടുന്നത് എയിൽ കാണണം, ബിയിലും കാണണം. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയിൽ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എയിലുണ്ട് ബിയിലില്ലെങ്കിൽ ഇപ്പം 4 5 നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, ഇതിൻ്റെ അകത്ത് 1 2 എഴുതിയില്ലല്ലോ. കാരണം എന്താ, രണ്ടിടത്തും ഇല്ല, എയിലും ബിയിലും ഉണ്ടല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന എയും ബിയും പൊതുവായി ഒരുപോലെ നിൽക്കുന്ന പോർഷൻ ഏതാ, എയിലും ബിയിലും പൊതുവായി അവർ കണ്ട ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന പോർഷൻ, ആ പോർഷൻ മാത്രം ഷെയ്ഡ് ചെയ്യുന്നതിനാണ് കോമൺ എന്ന് വെച്ചാൽ എയിലും ബിയിലും ഉള്ളവർ ഒന്നിച്ച് എയിലുള്ളതും ബിയിലുള്ളതും മാത്രം അവരെ മാത്രം എഴുതുന്നതാണ്. വരയ്ക്കുമ്പോഴും അങ്ങനെയാണ്, എയും ബിയും കോമൺ ആയി കാണപ്പെടുന്ന റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്യും. ഇതാണ് എന്ത്, എ എന്നാണ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരാളെ കൊണ്ടുണ്ട് നമ്മൾ അതിൻ്റെ എന്തോടെ അറിയണം, എ ഇൻ്റർസെക്ഷൻ ബിയുടെ സെറ്റ് ബിൽഡർ ഫോം. എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി. എടാ ആൻഡ് ഇപ്പം എ ഇൻ്റർസെക്ഷൻ ബി നേരത്തെ പറഞ്ഞ എ ഇൻ്റർസെക്ഷൻ യൂണിയനിൽ പറഞ്ഞ പോലെ അവിടെ എ ഓർ ബി ആണെങ്കിൽ എ ആൻഡ് ബി കാണാൻ പറഞ്ഞാൽ എയും ബിയും തന്നിട്ട് ഫൈൻഡ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പം ഇതിൻ്റെ ഉത്തരം തന്നെയാണ് നമ്മൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അപ്പം എ ആൻഡ് ബി ആണെങ്കിൽ അല്ലെങ്കിൽ എ ഓർ ബി ആണെങ്കിൽ അത് എ യൂണിയൻ ബിയും, എ ആൻഡ് ബി ആണെങ്കിൽ അത് എ ഇൻ്റർസെക്ഷൻ ബിയുമാണ്. എടാ ഡൗട്ട് വരും, ഓറും ആൻഡും തമ്മിൽ എന്താണ്, ഓർ എന്ന് പറയുന്നത് യൂണിയൻ്റെയും ആൻഡ് ഇൻ്റർസെക്ഷൻ്റെയും ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തെറ്റും. ഇനി ആൻഡ് യൂണിയൻ്റെ ആണോ ഓർ ഇൻ്റർസെക്ഷൻ്റെ ആണെന്ന് എക്സാമിന് ഇരിക്കുമ്പോൾ ഡൗട്ട് വരും. അതിനൊരു ട്രിക്ക് ഉണ്ടാ, പെട്ടെന്ന് മനസ്സിലാകാനുള്ളൊരു ചെറിയൊരു ഐഡിയ ആണ്. ഇതേ എ ആൻഡ് എന്നല്ലേ, എ ആൻഡ് ബി എന്ന് പറയുമ്പം ആൻഡ് എന്ന് പറയുന്ന ലെറ്ററിൽ ഒരു എൻ ഇല്ലേ, ആ എൻ ഇൻ്റർസെക്ഷൻ ആയിട്ട് നമുക്ക് ആലോചിച്ചൂടെ. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി സിമ്പിൾ അല്ലേടാ. അപ്പം ആൻഡ് വരുമ്പം ഇൻ്റർസെക്ഷൻ ആണെന്ന് പഠിച്ചാൽ ഒരു സൈക്കോളജിക്കലി നമുക്ക് എന്താണ്, ഓർ വരുമ്പോൾ യൂണിയൻ ആണെന്ന് കിട്ടിക്കോളൂ. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അതിൽ ഒരാൾ നിങ്ങൾ ലോക്കാക്കി വെച്ച് സെറ്റാക്കി പഠിച്ചാൽ മറ്റേത് കിട്ടും. എടാ ആൻഡ് വരുമ്പം ആൻഡിൻ്റെ അകത്ത് എന്നെ ഉണ്ട്, അത് ഇൻ്റർസെക്ഷൻ ആണെന്ന് അങ്ങ് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിൽ വന്നോളൂ ഓർ വരുമ്പോൾ യൂണിയൻ ആണെന്ന്. ഓക്കെ മക്കളെ, അടുത്ത നോക്കടാ, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ പ്രോപ്പർട്ടിയും ഈ ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ ഇൻ്റർസെക്ഷനും കംപ്ലീറ്റ് ആകും. അപ്പോൾ ശ്രദ്ധിക്കാം മക്കളെ, ഇൻ്റർസെക്ഷൻ്റെ പ്രോപ്പർട്ടീസ് ദേ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കമ്മ്യൂട്ടേറ്റീവിൽ പറഞ്ഞ ഓർമ്മയുണ്ടോ യൂണിയൻ്റെ കേസിൽ, അത് തന്നെയാണിത്. ഇത് കമ്മ്യൂട്ടേറ്റീവ്, ഇത് അസോസിയേറ്റീവ്. ഓക്കെ, അപ്പം അവിടെ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എന്നാണെങ്കിൽ അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ബി ഇൻ്റർസെക്ഷൻ എ കണ്ടാലും ഉത്തരം കിട്ടുന്നത്. എ ഇൻ്റർസെക്ഷൻ ബിയുടെ ഉത്തരം എന്താണോ അത് തന്നെയാണ് ബി ഇൻ്റർസെക്ഷൻ എ കമ്മ്യൂട്ടേറ്റീവിലും. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അതാണ് അസോസിയേറ്റീവിലും. ഓക്കെ,
അടുത്തത് ദേ ഫൈയും എയുമായും തമ്മിലുള്ള ലോ ആണ്. ഫൈ ഇൻ്റർസെക്ഷൻ എ. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിനെയാണ് ഫൈ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റും ഇല്ലാത്തൊരു സെറ്റും എ എന്ന് പറഞ്ഞ സെറ്റിലും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റിൽ ഒന്നും ഇല്ലല്ലോ. അതും എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ എലമെൻ്റ് ഒന്നും കാണത്തുപോലുമില്ല. കോമൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എലമെൻറ്റ് പോലും ഇല്ല ഫൈയിൽ. അപ്പോൾ പിന്നെ കോമൺ എലമെൻറ്റ് എങ്ങനെ വരാനാണ്? അപ്പം അതുകൊണ്ട് ഫൈ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നതിൻ്റെ ഉത്തരം ഫൈ ആണ്. അടുത്തത് യു ഇൻ്റർസെക്ഷൻ എ. യൂണിവേഴ്സൽ സെറ്റിനെയും എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ എ എന്ന് പറയുന്നത് എന്താണ്? യു ആണ് മെയിൻ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. അതിൻ്റെ സബ്ബാണ് എ എന്ന് പറയുന്നത്. സബ് എന്ന് പറഞ്ഞാൽ എയിലുള്ളവരെല്ലാവരും യുയിൽ കാണും, പക്ഷേ യുയിലുള്ള എല്ലാവരും എയിൽ കാണണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഉത്തരമായിട്ട് എന്ത് തന്നെ വരും? ഒരു വലിയൊരു യു എഴുതി നോക്കുക. ഇപ്പം 1 മുതൽ 10 വരെയാണ് യു. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് 1 മുതൽ 3 വരെ മാത്രമാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ഈ എയിലുള്ളവർ എവിടെ ഉണ്ട്? എയിലുള്ള എല്ലാവരും യുയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനായിട്ട് എടുക്കുമ്പോൾ എന്ത് പറയാം? എ ആണ് ആൻസർ എന്ന് പറയാം. ഇനി എ ഇൻ്റർസെക്ഷൻ എ. ഇപ്പോൾ എയിലുള്ള ഈ സെറ്റ് തന്നെ ഇതേപോലത്തെ എലമെൻറ്റ് തന്നെ എഴുതി ഇൻ്റർസെക്ഷൻ എടുത്താൽ രണ്ടിടത്തും എല്ലാവരും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രോപ്പർട്ടി ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 3, 5, 7, 9, 11. ബി 7, 9, 11, 13. അപ്പം ആദ്യം പറഞ്ഞ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയി വരുന്ന പൊതുവായി വരുന്നവരെ മാത്രം എടുക്കുക. എയിലോട്ട് നോക്കുക, ബിയിലോട്ട് നോക്കുക. രണ്ടിടത്തും പൊതുവായി ഉള്ളതാരാ? ഇവിടെ 3, അവിടെ 3 ഇല്ല. ഇവിടുത്തെ 5 അപ്പുറത്തില്ല. ഇവിടുത്തെ 7 അപ്പുറത്തുണ്ട്. അപ്പം കോമൺ ആയി 7 രണ്ടിടത്തും ഉണ്ട്, 9 രണ്ടിടത്തും ഉണ്ട്, 11 രണ്ടിടത്തും ഉണ്ട്, 13 അവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. രണ്ടിടത്തും ഉണ്ടെങ്കിലേ ഇൻ്റർസെക്ഷനിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ബി ഇൻ്റർസെക്ഷൻ സി പെട്ടെന്ന് മനസ്സിലാവും. ദേ ബിയും സിയും നോക്കുക. ബിയിലും സിയും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകളൊന്നും ശ്രദ്ധിച്ചേടാ. ബിയിലുള്ള 11 ഇവിടെ ഉണ്ട്. അപ്പോൾ 11, പിന്നെ ഏതാ അവിടെ കിടക്കുന്ന 13. ഈ 15 സിയിലുണ്ടെങ്കിലും അത് ബിയിലില്ല. രണ്ടിടത്തും കോമൺ ആയിട്ട് വന്നാൽ നമ്മൾ ഇൻ്റർസെക്ഷൻ്റെ അത് എഴുതാൻ പറ്റത്തുള്ളൂ. അടുത്ത എ ഇൻ്റർസെക്ഷൻ സി. എയിലും സിയിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ എ നോക്കുക, സി നോക്കുക. എയിലുള്ള ആരൊക്കെ ഉണ്ട്? എയിലുള്ള 11 സിയിലുണ്ട്. വേറെ വല്ല ഇവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? രണ്ടുപേരിലും ഇല്ല. അപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? 11. അവിടെ ഒറ്റ എലമെൻറ്റ് മാത്രം വരുന്ന സെറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ഓർക്കണം. ഒറ്റ എലമെൻറ്റ് മാത്രം വരുന്ന സെറ്റ് ഓർമ്മ വേണ്ട, സിംഗിൾ ടൺ സെറ്റ് കേട്ടോ. ഇനി ബി ഇൻ്റർസെക്ഷൻ ഡി. ബിയിലും ഡിയിലോട്ടൂടെ നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടാണ് കോമൺ ആയിട്ട്? ഇല്ല, ഒരു എലമെൻറ്റും ഇല്ല. വേണേൽ ഫൈ എന്ന് എഴുതാം, ഓർ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇത് ഇങ്ങനെ ഇട്ടാലും മതി, നൽ സെറ്റ്. ഓക്കെ, നൽ സെറ്റ്, ഒരു എലമെൻറ്റും ഇല്ലാത്ത സെറ്റ്. ഫൈ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എ എന്ന് പറയുന്ന സെറ്റിനെ ഇൻ്റർസെക്ഷൻ എടുക്കണം. ഇതുവരെ ഒറ്ററിനെ ഉള്ളായിരുന്നു. ഇത് ബി യൂണിയൻ ഡിയും ആയിട്ട്. അപ്പോൾ ബി യൂണിയൻ ഡി എന്താണെന്ന് അറിയണം. ബി യൂണിയൻ ഡി എന്താണെന്ന് അറിയണം. ബി യൂണിയൻ ഡി നോക്കുക. ബി യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ 7, 9, 11, 13 എല്ലാവരും കൂടെ ഒന്നിച്ചെഴുതുകയാണ് 14, 15. അപ്പോൾ അതാണ് ബി യൂണിയൻ ഡി എന്ന് പറയുന്നത്. ഈ ബി യൂണിയൻ ഡി നമ്മൾ എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പം ഇതാണ് ബി യൂണിയൻ ഡി. അതിനെ എയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുത്താൽ എ എന്ന് പറയുന്നത് 3, 5, 7, 9, 11. ഇവിടെയും ഈ ബി യൂണിയൻ ഡിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റുകൾ ആരൊക്കെയാണ്? അതെ നോക്കിയാൽ 7 ഇവിടെയുണ്ട്, 9 ഇവിടെയുണ്ട്, 11 ഇവിടെയുണ്ട്. വേറെ വല്ലതും കോമൺ ഉണ്ടോ? എയിലും ബി യൂണിയൻ ഡിയിലും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോയെന്ന് നോക്കുക. അതാണ് എ ബി യൂണിയൻ ഡിയുമായിട്ട് ഇൻ്റർസെക്ഷൻ എടുക്കാൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കോമൺ എലമെൻറ്റ് ആരൊക്കെയാണ്? 7, 9, 11. അതാണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡിയുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർസെക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആവും. ഓക്കെ.